മലയാളിക്ക് വിഷു സദ്യ ഒരുക്കാൻ തമിഴ്നാട്ടിലെ പച്ചക്കറി മാർക്കറ്റുകളിൽ തിരക്കാണ്. മധ്യകേരളത്തിലേക്ക് വ്യാപാരികൾ ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ എത്തിക്കുന്നത് കമ്പത്തെ ഉളവർ ചന്തയിൽ നിന്നാണ്. കർഷകർ നേരിട്ട് വിഭവങ്ങൾ എത്തിച്ച് വിൽപ്പന നടത്തുന്നതിനാലാണ് കുറഞ്ഞ ചിലവിൽ കൂടുതൽ സാധനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നത്. യെസ്, അപ്പോൾ കമ്പത്തെ മാർക്കറ്റിൽ നിന്ന് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, അപ്പോൾ ഈ നാളെയാണ് വിഷു, അപ്പോൾ അഡ്വാൻസ് ആദ്യം തന്നെ ഒരു വിഷു ആശംസകൾ രാഹുലിനെ അറിയിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ വിഷു തലേന്ന് കമ്പത്തെ കാഴ്ചകൾ രാഹുൽ? രണ്ടുപേർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. എന്താണെങ്കിലും മലയാളിക്ക് ഓണം ഉണ്ണും പോലെ തന്നെ വിഷു സദ്യയും പ്രധാനപ്പെട്ടത് തന്നെയാണ്. സാധാരണ വിഷു ഓണസദ്യ ഊട്ടാനും തമിഴ്നാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വിഷു സദ്യ ഒരുക്കാനും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് ഇത്തവണ കേരളത്തിലേക്ക് പച്ചക്കറി എത്തുന്നത്. രാവിലെ തന്നെ പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ നമ്മളിപ്പോൾ ഉള്ള കമ്പത്തെ ഉളവർ ചന്ത ആക്റ്റീവായിട്ടുണ്ട്. മലയാളികൾ മധ്യ കേരളത്തിലെ ഇടുക്കി, കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നാണ് പച്ചക്കറി വാങ്ങിയ ശേഷം അവിടേക്ക് പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കർഷകർ നേരിട്ട് ഇവിടെ എത്തി സാധനങ്ങൾ എത്തിക്കും. അതിനുശേഷം അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങി പോകാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ വിലക്കുറവ് കൂടിയാണ്. ഇപ്പോൾ ഒരു മലയാളി കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ചേട്ടാ, എവിടുന്നാ വരുന്നേ? ഇവിടെ തന്നെയുള്ള വണ്ടിപ്പെരിയാറാ? സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്ന അത്യാവശ്യം വിലക്കുറവുണ്ടല്ലോ ഇവിടെ? വളരെ വിലക്കുറവാ. അതുകൊണ്ട് മലയാളിക്ക് അവിടെയുള്ള ആളുകൾക്ക് നമുക്ക് അത്യാവശ്യം വില കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. അതെ, എല്ലാ തവണ ഇവിടെയാണ്. അതെ, വളരെ വിലക്കുറവാണ് ആര്യ. അതായത് കർഷകർ നേരിട്ട് സാധനങ്ങൾ എത്തിക്കുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ഇവിടുത്തെ വില വിവരം ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം. വളരെ നിസ്സാര വിലയുള്ളൂ. തക്കാളിക്ക് കിലോ കണക്കാണ്. തക്കാളി 28, ഉള്ളി 37, സവാള 25, ചെറുനാരങ്ങ 160, മുരിങ്ങക്ക 35, ക്യാബേജ് 20, ക്യാരറ്റ് 36, കണിവെള്ളരിക്ക് 25 രൂപ. അവിടെ നമ്മൾ ഒരു കണിവെള്ളരിക്ക് 50-100 രൂപയൊക്കെ കൊടുക്കുമ്പോൾ ഇവിടെ 1 കിലോയ്ക്ക് വെറും 25 രൂപ ഉള്ളൂ എന്നതാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് പുലർച്ചെ തന്നെ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങി പോവുകയാണ്. നമുക്ക് കടകളിലേക്ക് സാധനങ്ങൾക്ക് പോകുന്ന 1-2 ചേട്ടന്മാരെ കൂടി പരിചയപ്പെടാം. എവിടുന്നാ വരുന്നത്? നെടുങ്കണ്ടം. സാധനങ്ങൾ കിട്ടിയോ? എല്ലാം ഒന്നും കിട്ടിയില്ല. നെടുങ്കണ്ടം ഉൾപ്പെടെ നെടുങ്കണ്ടം, കട്ടപ്പന, അങ്ങനെ ഇടുക്കിയിലെ വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന വ്യാപാരികളാണ് ഉള്ളത്. എന്നാണെങ്കിലും വരും സമയങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തും. പുറത്താണ് വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത്. വാഹനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നാണ് വാഹനങ്ങൾ അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഉച്ചയോടുകൂടി തന്നെ കേരളത്തിലെ മാർക്കറ്റുകൾ ആക്റ്റീവ് ആവുമ്പോൾ പുലർച്ചെ തന്നെ കമ്പത്തെയും അതുകൂടാതെ തേനി, മധുര ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ മാർക്കറ്റുകൾ സജീവമായി എന്നതാണ് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയാനുള്ള കാര്യം. ശരി, രാഹുൽ സുരേഷാണ് ഇപ്പോൾ കമ്പം മാർക്കറ്റിലെ പച്ചക്കറിയുടെ വില വരെ പറഞ്ഞു തന്നത്. വ്യത്യാസമുണ്ട് വിലയ്ക്ക് നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ചില പച്ചക്കറിക്കൊക്കെ 4-1 വില മാത്രമേ എവിടെയുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഇത്ര വലിയ തിരക്കും.